ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ ഇതെന്താ കാര്യമൊന്നും. അത് നമ്മളുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നു. എനിക്കിപ്പം 35 വീക്സ് റണ്ണിങ് ആണ്. എനിക്ക് എന്നും തോന്നും ബാഗ് പാക്ക് ചെയ്യണം, എനിക്ക് ആഗ്രഹമുണ്ട് പാക്ക് ചെയ്യാൻ. പക്ഷേ എൻ്റെ മടി എന്നെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഭയങ്കര മടി, എല്ലാത്തിനും മടി. എനിക്കൊന്നും അങ്ങോട്ട് ചെയ്യുമ്പോൾ പക്ഷെ ഇനിയും മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പാക്ക് ചെയ്യാൻ പോകും. അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അധികമൊന്നും ഐറ്റംസ് ഒന്നും വേണ്ടെന്നാണ് ആ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് എനിക്കറിയാവുന്നവരൊക്കെ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അധികമൊന്നും എടുക്കുന്നില്ല. കുറച്ച് ഐറ്റംസ് എനിക്കും ബേബിക്കും വേണ്ടി മാത്രം എടുക്കുന്നുള്ളൂ. കാണിച്ചു തരാം. ഇതിൽ എടുത്തു പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി സാധനങ്ങൾ ഞാൻ മീഷോന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നോക്കിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ബേബിയുടെ സെപ്പറേറ്റ്, എൻ്റെ സെപ്പറേറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ഞാൻ മീഷോന്നാട്ടോ വാങ്ങിച്ചത്. ഈ ഒരു വലിയ ബാഗ്. അപ്പം ഈ ബാഗിലാണ് ഞാൻ ഹോസ്പിറ്റൽ ഐറ്റംസ് എല്ലാം കൊണ്ടുപോകുന്നത്. വേറെ പ്രത്യേകിച്ചിനൊന്നും എടുക്കുന്നില്ല. ഈ ഒരു ഒറ്റ ബാഗും ചിലപ്പോൾ എൻ്റെ ഒരു ഹാൻഡ് ബാഗും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളായിരിക്കും. അപ്പം ഇതിൽ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഈ ഒരു ബാഗ്. ഇതിലാണ് എല്ലാ ഐറ്റംസും ഞാൻ വെക്കുന്നത്. എന്നെ ഫസ്റ്റ് വെക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് തന്നെ. കാരണം പാഡ്സ് ആണ് ഞാൻ ഫസ്റ്റ് അടിയിൽ വെക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതിനാണ് ഏറ്റവും മുകളിൽ ഞാൻ വെക്കുന്നത്. ഇത് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ ആവശ്യം, അതുകൊണ്ട് ഞാൻ ഇതാണ് അടിയിൽ വെക്കുന്നത്. ഞാൻ ഒറ്റ പാക്ക് എടുക്കുന്നുള്ളൂ. കാരണം 3 ദിവസം നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 3 ദിവസമല്ലേ നമ്മളവിടെ കിടക്കും. അപ്പം ഇതിൻ്റെ ആവശ്യം വരും. അതുപോലെ അവിടെ തരുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം ഇവിടെ എടുക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കുമ്പോഴും എല്ലാം എനിക്ക് നല്ലൊരു ടെൻഷനുണ്ട്. പിന്നെ ഇതും ബേബി വന്നിട്ടല്ലേ നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. ഇതാണ് ഞാൻ അടിയിൽ, നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അടിയിലോട്ട് വരും. അടുത്ത് ഞാൻ എടുത്തു വെക്കുന്നതെന്ന് പറയുമ്പം കുറച്ച് വെള്ള തുണികളാണ്. ഇതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഉമ്മിച്ചാമ്മക്കൊക്കെ ഇതില്ലാതെ പറ്റത്തില്ല. ഞാനിത് വേണ്ടാന്ന് പറഞ്ഞിട്ടും നീ ഇതെടുത്തേ പറ്റത്തോളൂ എന്നാണ് നിർബന്ധം. അതുകൊണ്ട് പിന്നെ എന്താണ് ഇതെല്ലാം ബേബി ഡിറ്റർജൻറ്റ് വെച്ചെല്ലാം കഴുകി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് എടുക്കുക. എനിക്ക് 4 നെയ്റ്റി അത് എടുക്കുക. ഈ ചെറിയ തൊപ്പി ഉണ്ടല്ലോ, ഇത് ഞാൻ എടുക്കുക. കാരണം എന്ന് പറയുമ്പം തണുപ്പായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇതെടുക്കുന്നുണ്ടേ. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, വേറൊന്നുമല്ല. ഈ കുട്ടി ഉടുപ്പുകൾ ഇതൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ഇതല്ലേ നമ്മൾ ഒരുപാട് എടുക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പം ഇതിൻ്റെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഫീഡിങ് ബ്രാ. അപ്പം ഇത് ഇത്രയും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, സെക്കൻഡ് ഡെലിവറി അല്ലേ? സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ. സെക്കൻഡ് ഡെലിവറിക്ക് ഞാൻ ആകെ കുറേ ഈ ഇരിക്കുന്ന ചെറിയൊരു കൂടൊക്കെയകത്ത് കുറച്ച് വെള്ള തുണികളും എനിക്ക് മുണ്ടും, അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അങ്ങനെയല്ലേ, അങ്ങനത്തെയൊക്കെയാണ് എടുത്തത്. പിന്നെ ഒരു ടവലോ അങ്ങാണ്ട വാങ്ങിച്ചു. ഒരു പാമ്പേഴ്സ് പോലും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ലായിരുന്നു എൻ്റെ കൊച്ചിന് വേണ്ടി. കാരണം എനിക്ക് അറിയത്തില്ലായിരുന്നു, പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു.
അതുകൊണ്ട് ആ ഒരു സമയത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു. അപ്പൊ എന്താ ഇവിടെ ഇത് സെറ്റായി. ഇത് നമുക്ക് നോക്കാം. ടവൽ എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ടവലാണ്. ഇത് 3ഉം ഞാൻ മീഷോന്ന് മേടിച്ചത് ഡ്രൈ ഷീറ്റാണ്. അപ്പം ഇതിൽ ഞാൻ 2 എടുത്ത് വെച്ചേക്കാം. ഇതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഫീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബേബിക്കൊന്ന് തുറച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് കുഞ്ഞു ഇതെല്ലാം മീഷോന്ന് മേടിച്ചേക്കാം. കുഞ്ഞു തുണികളാണ്. ഇത് മീഷോന്ന് മേടിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടാവും. അടുത്തായിട്ട് ഷോക്സും ഗ്ലൗസും ആണ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കുമല്ലോ. കുഞ്ഞിനെ എത്ര പൊതിഞ്ഞാലും അവർക്ക് ആ ഒരു ഇത് പിടിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഇതിനായി എടുക്കുക. ബേബി ടവൽ, ഒരു വൈറ്റ് ടവൽ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലിനി വരാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിനും പിന്നെ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. 3 ദിവസത്തുള്ളിൽ വരും. അതുകൊണ്ട് എന്തായാലും നമുക്ക് അതിന്റെ പ്രത്യേകിച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം. ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ വൈപ്സ് മെയിനായിട്ട് വേണം. റാഷ് ക്രീം അത് സെറ്റഫിലിൻ്റെയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ആകെ ഞാൻ ബേബിക്ക് ഇതാ ഈ ഒരു സെറ്റഫിലിൻ്റെ ഒരു സോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ വെക്കണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ബേബി നമ്മൾ ആ ഒരു സമയത്ത് കുളിപ്പിക്കത്തില്ലല്ലോ, തുടച്ചൊക്കെയല്ലേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് അത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റാഷ് ക്രീം വേണം. അവരൊന്നും പിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം. അതുകൊണ്ട് ആ റാഷ് ക്രീം യൂസ് ചെയ്യും സെറ്റഫിലിൽ. അത് ഞാൻ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. പിന്നെ വൈപ്സ് പ്യുവർ വാട്ടറിൻ്റെ ഈ ഒരു വൈപ്സാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തായിട്ട് എനിക്കൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സോപ്പ് വാങ്ങിച്ച്, സോപ്പ് ഒട്ടിക്കകത്ത് തന്നെ സോപ്പ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ സൈഡിലത്തെ ഈ ഒരു ഉറയിലാണ് മെയിനായിട്ട് എടുക്കേണ്ടതാണ്. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുള്ളത്. കാരണം എന്താണ്, നല്ല തണുപ്പായിരിക്കും. ഇനിയിപ്പം ആഫ്റ്റർ ഡെലിവറി ആയാലും ഒരു വിറയലും അതൊക്കെ കാണുമല്ലോ, തണുപ്പൊക്കെ. അപ്പം പെട്ടെന്ന് നമ്മളെ കാലിൻ്റെ വെള്ളയിലൊക്കെ ആയിരിക്കും തണുപ്പ് പെട്ടെന്ന് വരുന്നത്. അപ്പം അതൊക്കെ ഒന്നും മനസ്സിലാവുമായിരിക്കും. അതിൻ്റെ ആവശ്യത്തിന് പിന്നെ ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ടിരിക്കാൻ 2 ചപ്പൽ ഞാൻ വായന കൊണ്ടുവന്നാണ്. ഇത് മേടിക്കും. അപ്പം ഇത് രണ്ടും നമുക്ക് മേളിൽ വെച്ചേക്കാം. കാരണം അവിടെ ചെല്ലുമ്പോഴേ എന്തായാലും ഇത് ആവശ്യം വരുമല്ലോ. അല്ലോ പിന്നെ മെയിനായിട്ട് വേണ്ട, ബേബി വാങ്ങിക്കുമ്പം ഒന്നേ അവർ ചോദിക്കും സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ട് ടവലായിരിക്കും ചോദിക്കുന്നത്. എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കിടത്തുമ്പോഴും നമുക്കിത് എന്തായാലും ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഒരൊറ്റ ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. വേറെ സ്ലീപ്പിംഗ് ഐറ്റംസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ട്. പിന്നെ മേളിൽ വെക്കുക. എന്തായാലും അവിടെ അഡ്മിറ്റ് ആയാലും ആവശ്യം പെട്ടെന്ന് വന്നില്ലെങ്കിൽ നമുക്കടുത്ത് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ഡെലിവറിക്ക് കയറുമ്പം അവർക്കൊക്കെ ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിയിൽ പോയി തപ്പണ്ടല്ലോ. അതുകൊണ്ട് മുകളിലെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് കൂടെ സെറ്റായിരിക്കുകയാണ്. ഹെയർ ബാൻഡ് വേണം. അതെൻ്റെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പിന്നെ ചീപ്പ് അതും എൻ്റെ ഓൾറെഡി ഉണ്ട്. ഞാൻ എടുത്ത് വെക്കാത്തതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് സൈഡിലായിട്ട് വെച്ചാൽ പോരെ. അതുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ അതൊക്കെ ഞാൻ ഒരു ചെറിയ ചെറിയ പാക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത് വേണം. വേറെ ഒന്നുമില്ല. ഒരു ലിപ് ബാമും ഒരു മോയ്സ്ചറൈസറും, ഇത്രയേ ഉള്ളൂ. എടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കിനും മാസ്ക്, കാരണം നമുക്ക് ആഫ്റ്റർ ഡെലിവറി നമുക്ക് കുടിക്കാനൊക്കെ തോന്നും. അതുകൊണ്ടൊരു ഫ്ലാസ്ക്, അതൊക്കെ ഉമ്മ എടുക്കും. ഞാൻ എൻ്റെ ഐറ്റംസ് ഒക്കെയാണ് എടുക്കുന്നത്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതൊക്കെ ഉമ്മ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ അത് വെക്കുന്നില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഫുള്ള് ഹോസ്പിറ്റലിലെ ഫയൽസ്, ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് സ്കാനിങ് റിപ്പോർട്ട്സ്, ഡോക്ടറിനെ കാണിക്കുന്ന ഐറ്റംസും, പിന്നെ ടാബ്ലറ്റ്സ്, നമ്മൾ ഡെയിലി കഴിക്കുന്ന ടാബ്ലറ്റ്സ്, പിന്നെ ഹോസ്പിറ്റൽ ഫയൽ മെയിനായിട്ട് നമുക്ക് അത്യാവശ്യമാണ്. അത് ആരും മറക്കരുത്. അപ്പം ഇതിൻ്റെ അകത്ത് 35 വീക്സ് ആയതുകൊണ്ട് തന്നെ എടുത്ത് വെക്കാത്ത. അപ്പോൾ ഇനിയും ഡോക്ടറിൻ്റെ വീട്ടിൽ പോകാൻ നമുക്ക്, അപ്പോൾ ഇനിയും ഡോക്ടറിനെ കാണിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഫയൽ ഇതിൻ്റെ അകത്ത് വെക്കാത്തത്. കാരണം എനിക്ക് ഫയൽ ഇതിൻ്റെ അകത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട്. ഇതും ആ ഒരു ഹാൻഡ് ബാഗും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഊഹത്തിൽ എൻ്റെ ഐറ്റംസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ കൂടുതൽ ഓവറായിട്ട് ചളവാക്കുന്നതുമില്ല, കാരണം എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്ന് വെക്കണ്ടേന്ന് പോലും. പക്ഷെ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ ഇത്രയും ഐറ്റംസേ എടുക്കുന്നുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക്സ് ഫുള്ള് കൊടുത്തേക്കാൻ, എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കഴുകിയിട്ട് പോലും കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. അപ്പം എന്താണ്, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ്. അപ്പം ബൈ.